ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 11-ാം ദിവസം അബ്രാഹത്തിൻ്റെ ബലി. ഇന്ന് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ഉം 23-ഉം അധ്യായങ്ങളും, ജോബിൻ്റെ പുസ്തകം 11-ഉം 12-ഉം അധ്യായങ്ങളും, സുഭാഷിതങ്ങളുടെ 2-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കുന്നു. തൻ്റെ ഏകമകനെ ഒരു ദഹനബലിയായി അർപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നതിനോട് അബ്രാഹം പൂർണ്ണമായും അനുസരിക്കുന്നതും തുടർന്ന് ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നതും ഈ ദിവസം നമ്മൾ ശ്രവിക്കുന്നു. അബ്രാഹത്തിന് ദൈവം നൽകിയ ഈ പരീക്ഷണത്തിൻ്റെ പശ്ചാത്തലവും ദൈവനീതിക്ക് നേരെയുള്ള വെല്ലുവിളികളും ബലഹീനതകളും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം, അബ്രാഹത്തിൻ്റെ ബലി. ഈ സംഭവങ്ങൾക്ക് ശേഷം ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അവിടുന്ന് അവനെ വിളിച്ചു, അബ്രാഹം, ഇതാ ഞാൻ. അവൻ മറുപടി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, നിൻ്റെ പുത്രൻ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകപുത്രൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ നിന്നോട് പറയുന്ന മലകളിൽ ഒന്നിൻ്റെ മുകളിൽ നീ അവനെ ഹോമയാഗമായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ ഉണർന്ന് കഴുതയ്ക്ക് ജീനിയിട്ട് തന്നോടൊപ്പം 2 ബാല്യക്കാരെയും അവൻ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വേണ്ട വിറകും കീറി ദൈവം അവനോട് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു നീങ്ങി. 3-ാം ദിവസം അബ്രാഹം തൻ്റെ കണ്ണുകളുയർത്തി അകലെ നിന്ന് ആ സ്ഥലം കണ്ടു. തൻ്റെ ബാല്യക്കാരോട് അബ്രാഹം പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ തങ്ങുക. ഞാനും കുട്ടിയും അവിടം വരെ പോയി ആരാധിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം. അബ്രാഹം ഹോമയാഗത്തിനുള്ള വിറകുമെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ മേൽ വെച്ചു കൊടുത്തു. തീയും കത്തിയും തൻ്റെ കയ്യിലും എടുത്തു. അവരിരുവരും ഒരുമിച്ച് നടന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തോട് സംസാരിച്ചു തുടങ്ങി. എൻ്റെ പിതാവേ എന്ന് അവൻ വിളിച്ചു. ഇതാ ഞാൻ, എൻ്റെ മകനെ. അവൻ വിളി കേട്ടു. അവൻ ചോദിച്ചു, ഇതാ തീയും വിറകും, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രാഹം മറുപടി പറഞ്ഞു, എൻ്റെ മകനെ, ഹോമയാഗത്തിനുള്ള കുഞ്ഞാടിൻ്റെ കാര്യം ദൈവം തന്നെ നോക്കിക്കൊള്ളും. അവരിരുവരും ഒരുമിച്ച് നടന്നു. ദൈവം അവനോട് പറഞ്ഞിരുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ അബ്രാഹം അവിടെ ബലിപീഠം പണിത് വിറകടുക്കി തൻ്റെ പുത്രൻ ഇസഹാക്കിനെ ബന്ധിച്ച് ബലിപീഠത്തിൽ വിറകിനുമേൽ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹം കൈനീട്ടി കത്തി കയ്യിലെടുത്തു. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് അവനെ വിളിച്ചു, അബ്രാഹം, അബ്രാഹം, ഇതാ ഞാൻ. അവൻ മറുപടി പറഞ്ഞു. ദൂതൻ പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്, കാരണം നീ ദൈവഭയമുള്ളവനാണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. നിൻ്റെ ഒരേ ഒരു പുത്രനെ നീ എന്നിൽ നിന്ന് ഒഴിവാക്കിയില്ല. അബ്രാഹം തൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കി. ഇതാ പിറകിലായി കുറ്റിച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാട്. അബ്രാഹം ചെന്ന് ആ മുട്ടാടിനെ എടുത്ത് തൻ്റെ മകന് പകരം ഹോമയാഗമർപ്പിച്ചു. അബ്രാഹം ആ സ്ഥലത്തിന് യാഹ്വേരെ എന്ന പേരിട്ടു. അതാണ് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടും എന്ന് ഇന്നു പറയപ്പെടുന്നത്. കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് 2-മതും അബ്രാഹത്തെ വിളിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എന്നെക്കൊണ്ട് ശബ്ദം ചെയ്യുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്, നിൻ്റെ ഒരേ ഒരു പുത്രനെ ഒഴിവാക്കാതെ നീ ഇക്കാര്യം ചെയ്യുകയാൽ ഞാൻ നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കും. നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും നിശ്ചയമായും ഞാൻ വർദ്ധിപ്പിക്കും. നിൻ്റെ സന്തതി ശത്രുക്കളുടെ കവാടം കൈവശപ്പെടുത്തും. നീ എൻ്റെ സ്വരം ശ്രവിച്ചതുകൊണ്ട്
നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ എല്ലാ ജനതകളും തങ്ങളെ തന്നെ അനുഗ്രഹിക്കും. അബ്രാഹാം തൻ്റെ ബാല്യക്കാരുടെ അടുത്ത് മടങ്ങിയെത്തി. അവർ എഴുന്നേറ്റ് ബെർഷബയിലേക്ക് ഒരുമിച്ച് നടന്നു. അബ്രാഹാം ബെർഷബയിൽ പാർത്തു. ഈ സംഭവങ്ങൾക്ക് ശേഷം അബ്രാഹത്തിന് ഇപ്രകാരം സന്ദേശം ലഭിച്ചു: ഇതാ, മിൽക്കായും നിന്റെ സഹോദരൻ നാഹോറിന് സന്താനങ്ങളെ പ്രസവിച്ചിരിക്കുന്നു. അവർ ആദ്യജാതനായ ഊസ്, അവൻ്റെ സഹോദരൻ ബൂസ്, ആരാമിൻ്റെ പിതാവായ കെമുവേൽ, കേസത്ത്, ഹാസോ, പിൽഷാദ്, ഇദ്ലാഫ്, ബത്തുവേൽ എന്നിവരാണ്. ബത്തുവേലാണ് റബേക്കായെ ജനിപ്പിച്ചത്. അബ്രാഹത്തിൻ്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിലുണ്ടായവരാണ് അവർ 8 പേരും. കൂടാതെ റൗമ എന്നു പേരുള്ള അവൻ്റെ ഉപനാരിയും തേബഹ്, ഗഹം, തഹഷ്, മക്കാഹ് എന്നിവരെ പ്രസവിച്ചു. അധ്യായം 23. സാറായുടെ മരണം. സാറ 127 വർഷം ജീവിച്ചിരുന്നു. അതാണ് സാറായുടെ ജീവിതകാലം. കിരിയാത്ത് അർബായിൽ വെച്ച്, അതായത് കാനൻ ദേശത്തുള്ള ഹെബ്രോനിൽ വെച്ച് സാറ മരിച്ചു. സാറായെ പ്രതി വിലപിക്കാനും കരയാനും അബ്രാഹാം എത്തി. മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് അബ്രാഹാം ഹിത്യരോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവാസിയും കുടികിടപ്പുകാരനുമാണ്. നിങ്ങളുടെ ഇടയിൽ ഉടമാവകാശത്തോടു കൂടിയ ഒരു കബറിടം എനിക്ക് തരിക. എൻ്റെ മരിച്ചവളെ എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ മറവു ചെയ്യട്ടെ. ഹിത്യർ അബ്രാഹത്തോട് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു: യജമാനനെ, ഞങ്ങളെ കേട്ടാലും. അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ്. അങ്ങയുടെ മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കബറിടത്തിൽ അടക്കിക്കൊള്ളുക. ഞങ്ങളിൽ ഒരുവൻ പോലും തൻ്റെ കബറിടം അങ്ങയുടെ മരിച്ചവളെ അടക്കാൻ അങ്ങേക്ക് നിഷേധിക്കില്ല. അബ്രാഹാം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്യരെ വണങ്ങി. അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മരിച്ചവളെ സംസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശ്രവിച്ച് സോഹാറിൻ്റെ പുത്രനായ എഫ്രോനെ എനിക്ക് വേണ്ടി പോയി കാണണം. അവൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിൽ അവനുള്ള മക്പെല ഗുഹ എനിക്ക് നൽകട്ടെ. നിങ്ങളുടെ ഇടയിൽ ഉടമാവകാശത്തോടു കൂടിയ ഒരു കബറിടമായി എനിക്ക് മുഴുവൻ വിലയ്ക്കും അവനത് തരട്ടെ. ഹിത്യരുടെ ഇടയിൽ തന്നെ എഫ്രോൺ ഇരിപ്പുണ്ടായിരുന്നു. ഹിത്യരും തൻ്റെ നഗരവാതിൽക്കൽ വന്ന എല്ലാവരും കേൾക്കെ ഹിത്യനായ എഫ്രോൺ അബ്രാഹത്തോട് ഇങ്ങനെ പ്രതിവചിച്ചു: അങ്ങനെയല്ല പ്രഭോ, എന്നെ ശ്രവിച്ചാലും ആ പറമ്പ് അങ്ങേക്ക് ഞാൻ സമ്മാനിക്കുന്നു. അതിലുള്ള ഗുഹയും അങ്ങേക്ക് ഞാൻ തരുന്നു. എൻ്റെ ജനത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് അങ്ങേക്ക് ഞാനത് തരുന്നു. അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക. അബ്രാഹാം നാട്ടുകാർക്ക് മുമ്പിൽ വണങ്ങി. നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണോട് ഇങ്ങനെ പറഞ്ഞു: ദയവായി എന്നെ കേട്ടാലും. ഞാൻ പറമ്പിൻ്റെ വില തരുന്നു. എന്നിൽ നിന്ന് സ്വീകരിച്ചാലും എൻ്റെ മരിച്ചവളെ അവിടെ ഞാൻ സംസ്കരിക്കട്ടെ. എഫ്രോൺ അബ്രാഹത്തോട് മറുപടിയായി പറഞ്ഞു: പ്രഭോ, എന്നെ ശ്രവിച്ചാലും 400 ഷെക്കൽ വെള്ളിയുടെ ഒരു തുണ്ടുഭൂമി എന്നത് എനിക്കും അങ്ങേക്കുമിടയിൽ എന്താണ്? അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക. അബ്രാഹാം എഫ്രോനെ ശ്രവിച്ചു. ഹിത്യർകൾക്ക് എഫ്രോൻ പറഞ്ഞ 400 ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അബ്രാഹാം എഫ്രോണിന് തൂക്കിക്കൊടുത്തു. അങ്ങനെ അവൻ മമ്രയ്ക്കടുത്ത് മക്പെലായിലുള്ള എഫ്രോൻ്റെ പറമ്പും അവിടെയുണ്ടായിരുന്ന ഗുഹയും പറമ്പിലും അതിൻ്റെ ചുറ്റതിർത്തികളിലുള്ള എല്ലാ വൃക്ഷങ്ങളുമടക്കം കരാറുറപ്പിച്ചു. ഹിത്യരുടെയും നഗരവാതിൽക്കൽ നിന്നവരുടെയും സമക്ഷം അബ്രാഹത്തിന് അത് അവകാശമായി തീർന്നു. അതിനുശേഷം അബ്രാഹാം തൻ്റെ ഭാര്യ സാറായെ മാമ്രയ്ക്ക് മുമ്പിൽ മക്പെലായിലെ പറമ്പിലുള്ള ഗുഹയിൽ, അതായത് കാനാൻ ദേശത്തെ ഹെബ്രോണിൽ സംസ്കരിച്ചു. അങ്ങനെ ആ പറമ്പും അതിലെ ഗുഹയും ഹിത്യരിൽ നിന്ന് തനിക്ക് ഉടമാവകാശമുള്ള കബറിടമായി അബ്രാഹാം ഉറപ്പിച്ചു. ജോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം. സോഫാറിൻ്റെ 1-ാം പ്രഭാഷണം. അപ്പോൾ നാമക്കാരനായ സോഫാർ മറുപടിയായി പറഞ്ഞു: അതിഭാഷണത്തിന് മറുപടി ഉണ്ടാവുകയില്ലെന്നോ? അധരവ്യായാമി സാധൂകരിക്കപ്പെടുമെന്നോ? നിന്റെ ജൽപ്പനങ്ങൾ പുരുഷന്മാരെ നിശബ്ദരാക്കുമെന്നോ? നീ പരിഹസിച്ചാൽ ആരും നിന്നെ ലജ്ജിതനാക്കുകയില്ലെന്നോ? എന്തെന്നാൽ നീ പറയുന്നു: എൻ്റെ സിദ്ധാന്തം വ്യക്തമാണ്, അങ്ങയുടെ മുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു. കൊള്ളാം,
ദൈവം സംസാരിക്കാൻ ഇടയായിരുന്നെങ്കിൽ, അവിടുന്ന് നിന്നോട് വായ് തുറന്നിരുന്നെങ്കിൽ, ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ അവിടുന്ന് നിനക്ക് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ. കാരണം അത് നിൻ്റെ ബോധ്യത്തിനും ഇരുമടങ്ങാണ്. നിൻ്റെ അകൃത്യത്തിൻ്റെ ഒരു ഭാഗം വിസ്മരിക്കാൻ ദൈവം ഇടയാക്കുമെന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ നിശ്ചയം നീ കണ്ടുപിടിക്കുമോ? സർവശക്തൻ്റെ സീമ നീ കണ്ടെത്തുമോ? അത് ആകാശങ്ങളുടെ ഉന്നതങ്ങളാണ്. നീ എന്തു ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമാണ്. നീ എന്ത് മനസ്സിലാക്കും? അതിൻ്റെ അളവ് ഭൂമിയേക്കാൾ നീളമുള്ളതും സമുദ്രത്തേക്കാൾ വിസ്തീർണമുള്ളതുമാണ്. അവിടുന്ന് കടന്നു വന്ന് ബന്ധനത്തിലാക്കുകയും സഭ വിളിച്ചു ചേർക്കുകയും ചെയ്താൽ ആർക്ക് അവിടുത്തെ തടയാൻ കഴിയും? എന്തെന്നാൽ കപടപുരുഷന്മാരെ അവിടുന്ന് അറിയുന്നു. അകൃത്യം കണ്ടാൽ അവിടുന്ന് കണക്കിലെടുക്കാതിരിക്കുമോ? കാട്ടുകഴുതയ്ക്ക് കഴുത മനുഷ്യനായി പിറന്നാലേ മൂഢനായവൻ ബുദ്ധിമാനാകുകയുള്ളൂ. നീ നിൻ്റെ ഹൃദയം ക്രമപ്പെടുത്തിയിരുന്നെങ്കിൽ അവിടുത്തെ പക്കലേക്ക് നിൻ്റെ കൈപ്പത്തി നീട്ടുമായിരുന്നു. നിൻ്റെ കയ്യിൽ അപരാധമുണ്ടെങ്കിൽ അത് നീക്കിക്കളയുക. തിന്മ നിൻ്റെ കൂടാരങ്ങളിൽ കുടിപ്പാർക്കാതിരിക്കട്ടെ. അപ്പോൾ നിശ്ചയമായും അപമാനത്തിൽ നിന്ന് നീ നിൻ്റെ മുഖമുയർത്തും. നീ ഇരുത്തം വന്നവനായിരിക്കും. നീ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദുരിതം നീ വിസ്മരിക്കും. ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. ജീവിതകാലം മധ്യാഹ്നത്തേക്കാൾ ഉണർവുള്ളതാകും. പ്രഭാതം പോലെയായിരിക്കും സായാഹ്നം. പ്രത്യാശയുള്ളതുകൊണ്ട് നീ ആശ്രയമുള്ളവനായിരിക്കും. നീ അന്വേഷിക്കുകയും സുരക്ഷിതനായി ശയിക്കുകയും ചെയ്യും. നീ വിശ്രമിക്കുമ്പോൾ ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. അനേകർ നിന്റെ മുഖപ്രസാദം യാചിക്കും. എന്നാൽ ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകും. ആശ്രയം അവരിൽ നിന്ന് നാശമടയും. അവൻ്റെ വേർപാടാണ് അവരുടെ പ്രതീക്ഷ. ജോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം. ജോബിൻ്റെ 3-ാം മറുപടി പ്രഭാഷണം. ജോബ് മറുപടിയായി പറഞ്ഞു, നിങ്ങൾ തന്നെയാണല്ലോ ജനം. നിങ്ങളോടൊപ്പം ജ്ഞാനവും മരിക്കുമല്ലോ. എന്നാൽ നിങ്ങളെപ്പോലെ എനിക്കും ഒരു ഹൃദയമുണ്ട്. ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല. ആർക്കാണ് ഇവ പോലെയൊന്നും ഇല്ലാത്തത്? ഞാൻ ഇവിടുത്തെ സ്നേഹിതന്മാർക്ക് പരിഹാസ വിഷയമാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് അവിടുന്ന് ഉത്തരമരുളി. നിഷ്കളങ്കനായ നീതിമാൻ ഒരു പരിഹാസ വിഷയമാണ്. സുഖിമാൻ്റെ ചിന്തയ്ക്ക് നിർഭാഗ്യത്തോട് അവജ്ഞയാണ്. അത് കാലിൻ്റെ ഇടർച്ചകൾക്കുള്ള ഒരുക്കമാണ്. കവർച്ചക്കാരുടെ കൂടാരങ്ങൾ പ്രശാന്തമാണത്രേ. തമ്പുരാനെ പ്രകോപിപ്പിക്കുന്നവർക്കാണത്രേ സുരക്ഷിതത്വം. അവരിലേക്കാണ് ദൈവം തൻ്റെ കരം നീട്ടുന്നത്. അല്ലെങ്കിൽ വന്യമൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. ആകാശപ്പറവയോടായാൽ അത് നിനക്ക് അറിവ് നൽകും. ഭൂമിയിലെ സസ്യത്തോടായാൽ അത് നിന്നെ ഉപദേശിക്കും. ആഴിയിലെ മത്സ്യങ്ങളും നിന്നോട് വിവരിക്കും. ഈ സകലത്തിലും ഏതിനാണ് അറിഞ്ഞുകൂടാത്തത്? കർത്താവിൻ്റെ കൈയാണ് ഇത് പ്രവർത്തിച്ചതെന്നും സകല ജീവജാലത്തിൻ്റെയും ആത്മാവും എല്ലാ മനുഷ്യ ശരീരത്തിൻ്റെയും അരൂപിയും അവിടുത്തെ കയ്യിലാണെന്നും. വചസ്സുകളെ ചെവി പരിശോധിക്കുകയില്ല. ഭക്ഷണത്തിൻ്റെ സ്വാദ് നാവ് അറിയുകയില്ലേ? വൃദ്ധരിലാണ് ജ്ഞാനം, വയോധികനിലാണ് ഉൾക്കാഴ്ച. ജ്ഞാനവും കരുത്തും അവിടുത്തോടു കൂടിയാണ്. ആലോചനയും ഉൾക്കാഴ്ചയും അവിടുത്തേതാണ്. നോക്കൂ, അവിടുന്ന് നശിപ്പിച്ചാൽ അത് പുനരുദ്ധരിക്കപ്പെടുകയില്ല. അവിടുന്ന് ഒരുവനെതിരെ അടച്ചാൽ അത് തുറക്കപ്പെടുകയില്ല. ഇത് അവിടുന്ന് വെള്ളം തടഞ്ഞു നിർത്തിയാൽ അത് വറ്റിപ്പോകുന്നു. അവിടുന്ന് തുറന്നുവിടുമ്പോൾ അത് ഭൂമിയെ മാറ്റിമറിക്കുന്നു. ശക്തിയും ബോധ്യവും അവിടുത്തോടു കൂടിയാണ്. വഞ്ചിതനും വഞ്ചകനും അവിടുത്തേക്കുള്ളവർ. അവിടുന്ന് ഉപദേഷ്ടാക്കളെ നിഷ്പാദകരായി നടത്തുന്നു. ന്യായാധിപന്മാരെ ഭോഷന്മാരാക്കുന്നു. രാജകീയ അരപ്പട്ട അവിടുന്ന് അയവ് ചെയ്യുന്നു. അവരുടെ അരയിൽ അവിടുന്ന് ചങ്ങല കെട്ടുന്നു. അവിടുന്ന് പുരോഹിതന്മാരെ നിഷ്പാദകരായി നടത്തുന്നു. അധികാരികളെ മറച്ചിടുന്നു. അവിടുന്ന് വിശ്വസനീയരുടെ സംസാരം എടുത്തു കളയുന്നു. ശ്രേഷ്ഠന്മാരുടെ വിവേകം എടുത്തു മാറ്റുന്നു. അവിടുന്ന് നേതാക്കന്മാരുടെ മേൽ നിന്ന ചൊരിയുകയും ശക്തരുടെ അരപ്പട്ട അഴിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അന്ധകാരത്തിൽ നിന്ന് ആഴങ്ങൾ അനാവരണം ചെയ്യുന്നു. സാന്ദ്രതമസിനെ പ്രകാശത്തിലേക്ക് ആനയിക്കുന്നു. ജനതകളെ അവിടുന്ന് വളർത്തുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ജനതകളെ അവിടുന്ന് വിസ്തൃതമാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. സാധാരണ ജനത്തിൻ്റെ തലവന്മാരുടെ മേധാശക്തി അവിടുന്ന് എടുത്തു കളയുകയും വഴിയില്ലാത്ത വിജനതയിൽ അവരെ വിലക്കുകയും ചെയ്യുന്നു. വെളിച്ചമില്ലാതെ അവർ ഇരുട്ടിൽ തപ്പിത്തടയുന്നു. ഒരു ഉന്മത്തനെ എന്ന പോലെ
അവിടുന്ന് അവരെ കുഴയ്ക്കുന്നു. സുഭാഷിതങ്ങൾ 2-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ നീതിയും ന്യായവും പരമാർത്ഥതയുമായ ഓരോ സത്പന്ഥാവും നീ ഉൾക്കൊള്ളും. എന്തെന്നാൽ ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ വരികയും അറിവ് നിൻ്റെ ആത്മാവിന് മധുരിക്കുകയും ചെയ്യും. വിവേചന ശക്തി നിൻ്റെ മേൽ കാവലിരിക്കും. വിവേകം നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ദുർമാർഗത്തിൽ നിന്നും നികൃഷ്ടത സംസാരിക്കുന്നവനിൽ നിന്നും നിന്നെ മോചിപ്പിക്കാനാണിത്. ഇരുളിൻ്റെ വഴികളിൽ നടക്കാൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നവർ, തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവർ തിന്മയുടെ വൈകൃതങ്ങളിൽ ആഹ്ലാദിക്കുന്നു. അവരുടെ മാർഗങ്ങൾ കുടിലമാണ്. തങ്ങളുടെ പാന്താവുകളിൽ അപജയം സംഭവിച്ചവരാണവർ.